നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പൊങ്കാലയ്ക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നു പോകുന്നതിനും അവരുടേതായ ഭക്ഷണത്തിനും അവരുടെ രോഗശാന്തിക്കും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നിന്നും മറ്റ് സന്നദ്ധ സേനകളും വോളണ്ടിയേഴ്സിൻ്റെയും ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും തുടങ്ങി നാനാ ജാതി മതസ്ഥരുടെയും സഹകരണത്തോടുകൂടി ഈ വർഷത്തെ പൊങ്കാലയുടെ പരിപൂർണമായ ഒരുക്കങ്ങൾ തീർന്നു. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 13 നടക്കുന്ന വൃശ്ചിക കാർത്തിക പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച വൈകിട്ടോടെ ക്ഷേത്രവും വഴിത്താരകളും പൊങ്കാലക്കലങ്ങൾ കൊണ്ട് നിറയും. ബുധനാഴ്ച വൈകിട്ട് മുതൽ തന്നെ ക്ഷേത്രത്തിൽ തിരക്കേറും. 13 രാവിലെ 9 വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി കൊടിവിളക്കിൽ പകർന്നെടുക്കുന്ന ദീപം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിക്ക് കൈമാറി പണ്ടാര പൊങ്കാല അടുപ്പിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിളക്കുകൾ തെളിയിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാവുംഭാഗം ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ മൈതാനം, ജെ ഗ്രൗണ്ട്, വളഞ്ഞവട്ടം ഷുഗർ മിൽ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം, തൃശൂർ, പുനലൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തിരുവല്ല നഗരസഭാ സ്റ്റേഡിയത്തിലും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തിരുവല്ല, എടത്വ, കോയിക്കൽമുക്ക്, KICB സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, വാട്ടർ അതോറിറ്റി, എടത്വ സെന്റ് അലോഷ്യസ് കോളേജ്, ഹോളി ഏഞ്ചൽ സ്കൂൾ എന്നിവിടങ്ങളിലും പാർക്ക് ചെയ്യണം. പ്ലാസ്റ്റിക് മുക്ത പൊങ്കാലയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിവതും പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപേക്ഷിക്കണം. വഴിയിലും പൊങ്കാല സ്ഥലത്തും പ്ലാസ്റ്റിക് മാലിന്യം ഇടരുത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓല കൊണ്ടുള്ള വല്ലം നിരവധി സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലകൾ ഉപയോഗിക്കരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്തജനങ്ങളെ സഹായിക്കുന്നതിന് 1000 വോളണ്ടിയേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സ്ഥിരം സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക ശുചിമുറികൾ ഏർപ്പെടുത്തി. പോലീസ്, KSRTC, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അഗ്നിരക്ഷാസേന, വൈദ്യുതി വകുപ്പ്, ജല അതോറിറ്റി, എക്സൈസ്, ജലഗതാഗതം, റവന്യൂ വകുപ്പുകളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. വിൻ മീഡിയ, ആലപ്പുഴ.